മുനീറിന് ചിക്കൻ വേണ്ട, മീനേ പറ്റൂ. നിശാക്കാക്കെ പോകാൻ നിൽക്കുന്നു. മുനീർക്കാൻ മീൻ. ഇൻഫാദ് ഡൗണായി, മൈൻഡ് ഡൗണായി. നിശാക്ക ഒറ്റ മൈൻഡ്, മീൻ ചൂടാൻ പോകാൻ വേണ്ടേ? ഒറ്റ മൈൻഡ് സന്തോഷത്തിന് നമ്മൾ തടസ്സമല്ല. ആരുടെ സന്തോഷത്തിന് നമ്മളൊരു തടസ്സമില്ല. ആര് പൈസ ഇറക്കുന്നതിലും എനിക്കൊരു തടസ്സവുമില്ല. എല്ലാത്തിനും ഞാൻ ഉണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പ്ലാനൊക്കെ കൺഫേം ആക്കി നമ്മളിതാ മീൻ വാങ്ങാനായിട്ട് വഫയിലോട്ട് വന്നിട്ടുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല കട്ട മീനിൻ്റെ കളക്ഷൻ. നമ്മൾ ഷെയർ വാങ്ങിച്ച് ഷെയർ ഇടാനാണ് പ്ലാൻ. മീനൊക്കെ ഇവിടെ ഐസിൽ മരവിച്ച് കിടക്കണം. ഓ ഗ്രില്ലടിയേ. ഇതാണ് ഗൈസ് നമ്മളെടുത്ത ഷേരി. മുനീറിന് വേണ്ട ഈ മീനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമ്മളെ മീനൊക്കെ കിട്ടി ഗൈസ്. മീനൊക്കെ ഇനി റൂമിൽ കൊണ്ടുപോയി സെറ്റ് ആക്കണം. ഇവിടെ ജോലി കയറി നൈസായിട്ട് സ്ട്രോബെറിയും കഴിച്ച് നടക്കുകയാണ്. അങ്ങനെ റൂമെത്തിയപാടെ തന്നെ അടുത്ത പണി നമ്മളിനി മീനൊക്കെ ക്ലീൻ ആക്കണം, മസാല ഉണ്ടാക്കണം. മീനൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം തന്നെ അടുത്ത് നമ്മൾ മസാല പുരട്ടാൻ പോവുകയാണ്. അതിന് താണ്ട് അടുത്തൊരു പ്ലേറ്റിലൊക്കെ എടുത്ത് വെച്ച് ഈ മസാലയൊക്കെ പുരട്ടാണ് നമ്മൾ മെയിൻ ഷെഫ്. ഇതാണ്ട് തുടങ്ങിയാണ് അടുത്ത ജോലി. സ്പെഷ്യൽ മസാലയാണ് ഗൈസ്. ദാളിയനുണ്ടാക്കിയ സ്പെഷ്യൽ മസാല. മസാലയൊക്കെ ഒരു വിട്ടുവീഴ്ചയില്ല, നല്ല കുത്തി ഇറക്കുകയാണ്. കിണ്ടിയും കൊണ്ട് അടക്കുകയാണ് അപ്പൂപ്പൻ്റെ കിണ്ടിയും കൊണ്ട്. ഒരു സൈഡൊക്കെ മസാല പുരട്ടിയതിന് ശേഷം അടുത്ത സൈഡ് മറിച്ചൊക്കെ ഇട്ട് ഇനി ഇവിടെയും ഫുള്ള് ഇതുകൊണ്ട് മസാലയൊക്കെ പുരട്ടണം. അങ്ങനെ ഇവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞു. അതിന് മുനീർ കപ്പയും മയോനൈസൊക്കെ അടിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ വണ്ടിയിലൊക്കെ കയറി പിന്നെ അടുത്ത് നമ്മൾ ഡെസർട്ടിലോട്ട് പോകണം. അവിടെ പോയാണ് മീൻ ചുടാൻ പോകണത്. അങ്ങനെ അവിടെ എത്തി നമ്മൾ അടുപ്പൊക്കെ സെറ്റാക്കുന്നത്. സെറ്റാക്കാൻ വേണ്ടി ചാർക്കോൾ തട്ടിയപ്പോഴാണ് നോക്കിയത്. മഴവെള്ളമൊക്കെ നനഞ്ഞിരിക്കുന്നു കുറച്ച്. എന്നാലും കുഴപ്പമില്ലെന്ന വീട്ടിൽ നമ്മൾ അടുപ്പിൽ തീയൊക്കെ കൊളുത്തി ഐശ്വര്യമായിട്ട് നമ്മളെ ജോലിയൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറയാൻ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അടിപൊളിയാണ്. നല്ല കട്ട തണുപ്പും അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട്. പോരാനായിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാറ്റുള്ളതുകൊണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം തരണം ചെയ്ത് നമ്മൾ കത്തിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കാറ്റ് തീയിൽ. ഇങ്ങനെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ജ്യൂസിന് താഴെ മീനാണ്. മീൻ പിന്നെ അതിൻ്റെ അടി മൈനസ് ഉണ്ട്. തേയിലപ്പൊടി, സോസ്, കെച്ചപ്പ്, ഓയിൽ, ഗ്ലാസ്, ലിമോൺ. ഇതാണ് നമ്മൾ ലിമോൺ ഉണ്ട്. ഓയിൽ കിട്ടിയില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഐറ്റം. നിഷാദാക്കാം. ഇതിലെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഒന്ന് ഈ തണുത്ത സമയത്ത് ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്നതാണ് മീൻ. നമ്മൾ ജസ്റ്റ് ഫോർ സന്തോഷം. നമ്മളെ മെയിൻ ഷെഫ് സുനീർക്ക. മുനീറാണ്. ടാസ്ക് ആണ് ഗൈസ്. പയ്യൻ വന്ന് നമ്മളെ പയ്യൻ വന്ന് കത്തല്ലേ ഗൈസ്. കുറെ നേരം കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നു. ഇവിടെ കഴിഞ്ഞ മഴയത്തെല്ലാം നനഞ്ഞുപോയി. ഉള്ള തീയിൽ നിന്നാണ് മുനീർ കട്ടൻ ചായ. കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ. വെള്ളത്തിൽ കരിയിട്ട് കൊണ്ടുവന്നിട്ട് കഷ്ടപ്പാടും ദുരിതവും തീകത്തല്ല. നമ്മൾ എത്ര 1 മണിക്കൂറായി ഗൈസ് ഇവിടെ വന്നിരുന്നിട്ട്. ഇത്ര നേരം നടക്കാനില്ല. ഫുൾ ടാസ്ക്. നമുക്ക് ചെറിയ പണി കിട്ടി ഗൈസ്. നമ്മൾ കൊണ്ടുവന്ന ചാർക്കോൾ കഴിഞ്ഞ മഴയത്ത് നനഞ്ഞു. മീനിലെ മസാല ഒക്കെ പിടിച്ചാണ്. വേണ്ട ഇൻഫാ തളർന്നാണ്ട് ജ്യൂസൊക്കെ കുടിക്കുന്നു. നിശാക്കാണെങ്കിൽ നാണ്ട തീർന്നു വയ്യ.
Guys, അടുത്ത ഫയർ ഡാൻസ് ചേട്ടാ ഞാൻ മാറി ഗൈസ് നമ്മളെ ചെമ്പ് വെട്ടിക്കാൻ പോണ് മീനൊക്കെ സെറ്റായി കത്തിയാനകത്തുണ്ട് അടുപ്പ് കത്തിക്കാൻ അരമണിക്കൂറോളം ആയതുകൊണ്ട് മീനൊക്കെ സെറ്റായി ആട്ടാറ മുനീർ ഭയങ്കരമായിട്ട് ആട്ടുന്നു ഗൈസ് ഫസ്റ്റ് ലെയർ നമ്മൾ ലോക്ക് ചെയ്യണത് പട്ടി ലോക്ക് നമ്മൾ ലോക്ക് ചെയ്തു ഡോഗ് ലോക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പാതിയാ പുറത്തിലാണ് വീശും തിരിച്ചുപിടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ച ഫുൾ ആയില്ല നീറാ വീശ് നീറിന്റെ വീശല് അങ്ങനെ നമ്മളെ മീനൊക്കെ റെഡിയായി വരുന്നു നിശാക്ക തളർന്നു വീശി അങ്ങനെ നമ്മളെ ചായയൊക്കെ തിളച്ചിട്ടുണ്ട് നിന്റെ വാല് കാണാനില്ല അങ്ങനെ നമ്മളെ മീനിന്റെ വാലിന് ആരോ കട്ടുണ്ട് അങ്ങനെ അടുപ്പിൽ നമ്മളെ ഫസ്റ്റ് മീൻ എടുത്തിട്ടുണ്ട് അങ്ങനെ അതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പോണ് അത്യാവശ്യം വെന്ത് അടിപൊളി കുബൂസ് മീൻ ഒരു പ്ലേറ്റിൽ മൈനസ് കേട്ടാം കമന്ററി അങ്ങനെ പഞ്ചാബികളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് കഴിക്കുന്നു ഒരു സൈഡിൽ റൊട്ടി ചൂടാക്കുന്നു റൊട്ടി ചൂടാക്കാൻ കാരണം വേറെ ഒന്നുമില്ല ഇവിടുത്തെ കട്ട തണുപ്പ് കാരണം റൊട്ടിയൊക്കെ മരവിച്ചു പോയി അപ്പം അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ചൂടാക്കി കഴിക്കുന്നത് അങ്ങനെ ഞാനും കഴിക്കാൻ പോണു വയനാടൻ കാലിനെ തൊപ്പിച്ചിട്ട് അടുത്തുണ്ട് മീൻ്റെ ബ്രെയിൻ കൊട്ടനെടുക്കുന്നു മീൻ്റെ എല്ലാം കണ്ട MRI സ്കാനായി കുറച്ച് ചതമുണ്ട് കേട്ടോ ഇപ്പൊ ഫിനിഷ് ആക്കണം എല്ലാം അങ്ങനെ ലാസ്റ്റ് ഉഷാറാക്കാൻ നമുക്ക് മൗണ്ടൻ ഡ്യൂ മുനീറിനെ പഠിച്ചവനെ അനുഗ്രഹിക്കണേ നാട്ടിൽ പോയിട്ട് എൻ്റെ കല്യാണമാണ് പിന്നെ അതിലാണ് മീനൊക്കെ കഴിക്കുന്നത് സെറ്റ് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കഴിച്ചെല്ലാവരും തളർന്നു നിശാക്ക ഇവിടെ ഭയങ്കര കട്ട തണുപ്പ് നിൽക്കാം എല്ലാവരും ഉണ്ട് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമ്മളിവിടെ ഇനിയിപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് റൂമിൽ പോകാൻ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്